ഹായ് നമസ്കാരം കൂട്ടുകാരെ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ MI ഗ്രൂപ്പിൻ്റെ ഏഴുപള്ളി സന്ദർശനം ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോസ് അച്ഛൻ്റെ ഒരു ആശീർവാദമൊക്കെ സ്വീകരിച്ചിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ബോയ്സ് ടൗൺ എന്നുള്ള വാക്ക് അവിടെ താമസിച്ചുള്ളവർക്കും അവിടെ ആയിരുന്നവർക്കൊക്കെ ഒരു വലിയ വാക്ക് തന്നെയാണ്. ഇന്നും സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഓർമ്മകൾ അനുസ്മരിപ്പിക്കുന്ന ഒരു വാക്കാണ് ബോയ്സ് ടൗൺ. ഞാൻ ഇപ്പോഴും നിങ്ങളെയൊക്കെ ഓർക്കുന്നു. അന്ന് നിങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും അവിടെ ശുശ്രൂഷ ചെയ്തിരുന്നുവല്ലോ. ആ ഒരു സമൂഹത്തിലെ ഏതാനും കുട്ടികൾ ഇന്നും ആ കൂട്ടായ്മയിൽ തുടരുന്നു. കുടുംബങ്ങളായിട്ടും അങ്ങനെ കൂട്ടായ്മയിലാണെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആത്മീയമായ കാര്യങ്ങളിലും നിങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എല്ലാ വർഷവും ഒരു ആത്മീയ സംരംഭം നിങ്ങൾക്കുണ്ടാകാറുണ്ട്. ഈ വർഷം നിങ്ങൾ 7 പള്ളികൾ സന്ദർശിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. വളരെ സന്തോഷം. ആത്മീയമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കിത് സഹായിക്കട്ടെ. നോമ്പുകാലത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. എല്ലാവർക്കും ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരൻ ക്ലീറ്റസിൻ്റെ ഭവനത്തിൽ നിന്നും പ്രാരംഭ പ്രാർത്ഥനയോടെ നമ്മൾ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ അവിടുത്തെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും വണ്ടിയിലേക്ക് കയറുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഒല്ലൂർ മാലാഖയുടെ പള്ളിയിലേക്കാണ്. ഒല്ലൂർ മാലാഖയുടെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ 7:30 ഒരു കുർബാന ഫുള്ളായിട്ടും കാണും. അവിടെ നിന്ന് കുർബാനയ്ക്ക് ശേഷമാണ് നമ്മൾ കുരിശിൻ്റെ വഴിയുടെ 2 സ്ഥലങ്ങൾ അവിടെ നിന്ന് എത്തിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വണ്ടി കയറി മൈക്ക് കണ്ടാൽ കടിച്ചു തിന്നുന്ന ക്ലീറ്റസിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് അങ്ങനെ പിടിച്ചു വാങ്ങി ഒല്ലൂർ പള്ളി എത്താറായി. അപ്പോൾ നമ്മൾ ഒരു ഏതാനും നിമിഷങ്ങൾക്കകം ഒല്ലൂർ പള്ളി നമ്മൾ എത്തുന്നതായിരിക്കും. ഒല്ലൂർ പള്ളിയിൽ കുർബാനയ്ക്കാണ് നമ്മൾ നേരെ പോകുന്നത്. അപ്പോൾ ഒല്ലൂർ പള്ളി എത്തി. അപ്പോൾ ഇതാണ് നമ്മൾ ഒല്ലൂർ മാലാഖയുടെ നല്ല അതിമനോഹരമായ ഈ ദേവാലയം. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കുർബാന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുർബാനയ്ക്ക് ശേഷമാണ് നമ്മൾ കുരിശിൻ്റെ വഴിയുടെ 2 സ്ഥലങ്ങൾ ഈ പള്ളിയിൽ തന്നെ, ഈ പള്ളിയുടെ വേറൊരു ചെറിയ പള്ളിയുണ്ട്, അതിലെത്തിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഒല്ലൂർ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു. ഇനി നേരെ മുണ്ടൂർ പള്ളിയിലേക്കാണ് പോകുന്നത്. മുണ്ടൂർ പള്ളി എത്തി. അതിമനോഹരമായ മുണ്ടൂർ പള്ളി, അതിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മളിരുന്ന് എല്ലാവരും ഉള്ളിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മൾ അവിടുത്തെ ഗ്രോട്ടോയിൽ നമ്മൾ കുരിശിൻ്റെ വഴിയുടെ 2 സ്ഥലങ്ങൾ അവിടെ എത്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുണ്ടൂരിൽ നിന്ന് പുറപ്പെട്ടു. എല്ലാവർക്കും വിശക്കെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി റോഡിൻ്റെ സൈഡിൽ ഒതുക്കി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് അപ്പം സ്റ്റു ചായ ആണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നത്. അപ്പോൾ അടിപൊളി ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചായ റെഡിയാക്കിയത് നമ്മുടെ കൂട്ടത്തിലുള്ള ജിൻസാണ് കേട്ടോ. സൂപ്പർ ചായ ആയിരുന്നു ജിൻസ, താങ്ക്സ്. അപ്പോൾ നമ്മൾ ചായയോടെയൊക്കെ കഴിഞ്ഞു. വീണ്ടും അവിടെ നിന്ന് പുറപ്പെട്ടു. ഇനി നമ്മൾ പോകുന്നത് കുന്നംകുളത്തുള്ള മാർത്തോമ്മ പള്ളിയിലേക്കാണ്. അവിടെ എത്തി. ഇവിടെ 2 പള്ളിയുണ്ട്. നമ്മൾ RC പള്ളിയുണ്ട്, മാർത്തോമ്മ പള്ളിയുണ്ട്. മാർത്തോമ്മ പള്ളിയുടെ ഉൾവശമൊക്കെ നമ്മൾ അതിമനോഹരമായിട്ട് ഷൂട്ട് ചെയ്തു. കണ്ടാൽ കൊതി തീരാത്ത ഒരു നല്ലൊരു പള്ളിയായിരുന്നു കേട്ടോ അത്. ഈ പള്ളിയുടെ സെമിത്തേരി ഉണ്ട്. 3 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന സെമിത്തേരിയാണിത്. അപ്പോൾ നമ്മൾ അവിടെയും പോയി ഒന്ന് സന്ദർശിച്ചു. 3 ഏക്കറിലുള്ള വലിയ സെമിത്തേരി. ഈ കാണുന്നതാണ് പഴയ കാലങ്ങളിൽ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന വണ്ടികളാണ്. അത് കണ്ടപ്പോൾ ഞാനൊരു കൗതുകം തോന്നി ഷൂട്ട് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ തൊട്ടപ്പുറത്തുള്ള RC പള്ളിയുടെ ഫ്രണ്ടിൽ നമ്മളെത്തി. ഇതാണ് നമ്മളെ തൊട്ടപ്പുറത്തെ RC പള്ളിയുടെ പുറംവശം. അപ്പോൾ നമ്മളെല്ലാവരും അകത്ത് കയറി ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി പള്ളിയൊക്കെ വിസിറ്റ് ചെയ്ത് സന്ദർശിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു. അതിനുശേഷം പുറത്ത് നമ്മളൊരു കുരിശിൻ്റെ വഴിയുടെ 2 സ്ഥലങ്ങൾ ഇവിടെ ചൊല്ലാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ആരംഭിക്കാം കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് മാർ
ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ഒരു മഠത്തിലേക്കാണ്. അവിടെ എത്തിച്ചേർന്നു. ഇനി നമ്മൾ ഇവിടെ കുരിശിൻ്റെ വഴിയുടെ 2 സ്ഥലങ്ങൾ ഇവിടെ നമ്മൾ എത്തിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് സിസ്റ്റേഴ്സ് അവിടെ തന്നെ ആ മഠത്തിൽ തന്നെ ഓപ്പൺ എയറിൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഒരുക്കി തന്നു. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. നമ്മൾ ചോറ്, സാമ്പാർ, ഇഞ്ചമ്പുളി, അച്ചാർ, പപ്പടം, പിന്നെ നമുക്ക് ഗോബി മഞ്ചൂരി ഉണ്ടായിരുന്നു കോളിഫ്ലവറിൻ്റെ. അപ്പോൾ അതിമനോഹരമായ ഒരു ഉച്ചഭക്ഷണം നമ്മളവിടെ കഴിച്ചു. അങ്ങനെ സിസ്റ്റേഴ്സിനോട് ഒരു നന്ദിയൊക്കെ പറഞ്ഞ് നമ്മൾ ആ മഠത്തിൽ നിന്ന് ഭക്ഷണത്തിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോടുള്ള കത്തീഡ്രൽ ദേവാലയത്തിലേക്കാണ്. അവിടെ എത്തി നമ്മളിനി ഇവിടെ ഒരു 2 കുരിശിൻ്റെ വഴിയുടെ 2 സ്ഥലങ്ങൾ ഇവിടെ നമ്മൾ ചെല്ലാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കുരിശിൻ്റെ വഴിയുടെ രഹസ്യങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇനി വണ്ടിയിലിരുന്ന് നമ്മൾ രഹസ്യങ്ങൾ 2 മണി ചെല്ലാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ നിന്ന് നമ്മൾ തുടങ്ങാണ് കേട്ടോ. അങ്ങനെയാണ് കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളും ചൊല്ലി തീർത്ത് സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും കാപ്പാട് ബീച്ച് സന്ദർശിച്ച് ഞങ്ങൾ മടങ്ങി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. പ്രത്യേകിച്ച് നമ്മുടെ ജോസച്ചന് 1000 നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി.